ഹേ എവ്രിബഡി വെൽക്കം ടു ടോക്കിംഗ് കാസ്. ഇന്ന് നമുക്ക് വീണ്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. നമ്മൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നൊരു വണ്ടി കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. സോ അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇന്ന് പറയാം. ഐ തിങ്ക് ഓൾ ഓഫ് us have been waiting for this. വണ്ടി ഏതാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ Thar 5 door. അതെ, അപ്പോൾ നമ്മൾ ജിംനി 5 ഡോറിനെ പറ്റി കുറേ പറഞ്ഞിട്ടുണ്ട്. Thar 5 ഡോർ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റിമേഷനിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ നമുക്ക് ഇന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ശരി, ഓക്കെ. സോ ഫസ്റ്റ് വൺ ഓവറോൾ ആസ് യു സെഡ്, ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഈ വീൽ ബേസിന്റെ കാര്യം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഡോറും ഇപ്പൊ നമ്മൾ പല റെന്റേഴ്സ് കാണുമ്പോൾ പല പില്ലേഴ്സും ഇങ്ങനെയും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. സ്ട്രെയിറ്റ് ആണ്, അവർ സിമ്പിൾ ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതെ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ് ഇത്. ആൻഡ് റിയർ ഡോറും വെരി റാംഗ്ലർ പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 3 ഡോർ വണ്ടീനെ പറ്റി നമ്മൾ റാംഗ്ലർ എന്ന് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ 5 ഡോറിനെ പറ്റി ഒട്ടും പറയാൻ പാടില്ല. അപ്പോൾ ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം സം ഇന്റർനാഷണൽ വെഹിക്കിൾസ്. അപ്പോൾ അതാണ് അതിന്റെ സംഭവം. നമുക്കപ്പോൾ ഇനി അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം. ബാക്കിൽ ആക്ച്വലി മറ്റേ ഗ്ലാസ് അതുപോലെ തന്നെയാണ് അല്ലേ? ഗ്ലാസ് അങ്ങനെ തന്നെയാണ്. സോ പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഓപ്പണബിൾ, ഐ മീൻ ഡോറിന്റെ കൂടെ സിംഗിൾ ഡോർ ആയിരിക്കും വരുന്നത്. അങ്ങനെ താറിന് പലരും മോഡിഫൈ ഉണ്ട്. ഇപ്പോൾ പുതിയ താറിന് മോഡിഫൈ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഈ കണ്ട പ്രോട്ടോടൈപ്പിൽ ഗ്ലാസ് അഗൈൻ ലിഫ്റ്റ് അപ്പ് ഗ്ലാസും അതിന്റെ അടിയിൽ സൈഡ് വൈസ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. റിയർ മൗണ്ടഡ് വീലും സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വീല് കണ്ടിട്ട് നമ്മുടെ മറ്റേ എക്സിസ്റ്റിംഗ് വീല് പോലെ തന്നെ എക്സിസ്റ്റിംഗ് വീല് മാസ്ക് ചെയ്ത പോലെ ഉണ്ട്. എക്സിസ്റ്റിംഗ് വീല് നടുക്കിൽ ഒരു ഡിസൈനും ഒരു ഇൻഡന്റ് പോലെ ഉണ്ട്. ഇതിനകത്ത് കാണുന്നില്ല. ഉള്ളിലുണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവും. വണ്ടി തൊട്ട് നോക്കിയില്ല, അതുകൊണ്ട് അറിയില്ല. അതെ, മേ ബി ഡിഫറൻസിയേഷൻ ആയിരിക്കാം. വണ്ടി തൊട്ട് നോക്കിയില്ല. ഈ സൈഡിലുള്ള സാധനങ്ങളൊക്കെ എന്തെന്നാ അങ്ങനെ സോ അതൊരു സൈഡിൽ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അതൊരു ഫോം പോലത്തെ ഒരു സാധനമാണ്. ഷേപ്പ് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ കുറെ മസിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെ ഇവിടെയൊക്കെ. സോ അകത്തും പുറത്തും എല്ലായിടത്തും ഇങ്ങനെ കുറെ ബിറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് വി ക്യാൻ ലുക്ക് റൈറ്റ് ത്രൂ ദാറ്റ്. ഈ വീലാർച്ച് ഇല്ല എന്നാണോ അല്ലേ? റിയറിൽ വീലാർച്ച് ഇല്ല. ഫ്രണ്ടിൽ കുറച്ച് ക്യാമഫ്ലാഷ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ശരി, ബട്ട് റിയർ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. മേ ബി ടെസ്റ്റ് വണ്ടി ആയതുകൊണ്ടായിരിക്കും. കാര്യം അതിൻ്റെതായ ഒരു പ്രൊപ്പോർഷൻ കുറവുണ്ടായിരുന്നു, ഒരു ബാലൻസ് കുറവുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ മാത്രം വീല് കാണാത്തതുകൊണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. ഫ്രണ്ടിൽ നിന്ന് ഇറ്റ് ലുക്സ് എക്സാക്ട്ലി ലൈക്ക് എ Thar. 3 ഡോർ താറും 5 ഡോർ താറും ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും. ഇൻട്രസ്റ്റിംഗ്ലി വണ്ടി അവിടെ ഇട്ടിട്ട് കുറെ പേരിങ്ങനെ വന്ന് നോക്കിയപ്പോഴും ആർക്കും ഇത് മനസ്സിലായില്ല ദാറ്റ് ഇത് 5 ഡോർ ഉള്ള കാര്യം. അതാണ് വ്യത്യാസം. ഒന്നും മനസ്സിലായില്ല. പലരും വന്നിട്ട് Thar എന്തിനാ ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? താറാന്ന് എല്ലാവർക്കും മനസ്സിലായി. Thar എന്തിനാ ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? നല്ല കാര്യമാണ്. അതെ, നമുക്ക് ജിംനിയിൽ നമ്മൾ പറഞ്ഞ വിഷമം 3 ഡോർ എടുത്ത് 5 ഡോർ ആക്കി അതിന്റെ അപ്പീൽ പോയി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ഇനീഷ്യലി വിചാരിച്ചിട്ടുണ്ട്. അതെ, ഇതങ്ങനെ ഇല്ല, പ്രശ്നമില്ല. ഇല്ല. ആക്ച്വലി ഇപ്പൊ ഇത് നോക്കുമ്പോ ഉണ്ടല്ലോ, നമുക്ക് ജിംനി ചില ഫോട്ടോ കാണുമ്പോൾ തന്നെ കുറച്ചൊരു പ്രൊപ്പോർഷൻ കുറവുണ്ട്. കാര്യം വീതി ടു ആ ഒരു ഹൈറ്റ് റേഷ്യോ കുറച്ചൊരു ഇതുണ്ട്. ഇത് വീതിയുള്ള വണ്ടി ആയതുകൊണ്ട് നീളം കൂട്ടിയപ്പോൾ കുഴപ്പമില്ല. ഇറ്റ് ആക്ച്വലി ലുക്സ് മോർ കംപ്ലീറ്റ്. അപ്പോൾ ഇറ്റ് ലുക്സ് നൈസ് ഇൻ ദാറ്റ് വേ. പിന്നെ നമുക്ക് ഇന്റീരിയറിലോട്ട് കിടക്കാം. ഇന്റീരിയറിലൊക്കെ കടന്നല്ലേ, കിട്ടിയ അവസരം നമ്മൾ മുതലാക്കി. ഡാഷ്ബോർഡ് സെയിം ആണ്. കൺട്രോൾസ് എല്ലാം സെയിം ആയിരുന്നു. ഇത് ബേസ് മോഡലാണ്. സ്റ്റീരിയോ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇറ്റ് വാസ് എ മാനുവൽ കാർ. സെയിം മാനുവൽ, സെയിം ഗിയർ ബോക്സ്, സെയിം എഞ്ചിൻ ആയിരിക്കും. മേ ബി എ ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂൺ എന്ന് പറയുന്നുണ്ട്. കാര്യം ഇത്രയും വെയിറ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് എഞ്ചിന്റെ സ്റ്റേറ്റ് ഓഫ് ട്യൂൺ മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. അവർക്ക് ഉണ്ടല്ലോ സ്കോർപിയോയില് എഞ്ചിൻ തന്നെ പവർഫുൾ വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കൊടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് ഇന്റീരിയറിൽ ഈ ഫോട്ടോ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ എ പില്ലറിൽ ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ്. ശരി. സോ എല്ലാരും Tharൽ ഒരു പോപ്പുലർ ആക്സറി ആണ് ഇവിടെ ഒരു ഹാൻഡിൽ പോലത്തെ സാധനം. ഒരു എലമെന്റ് ആണല്ലോ, പിടിച്ചു വലിച്ച് കയറാനായിട്ടും അത് കാണിക്കാനും ചിലവർക്ക് അത് ജെന്യുവൻ ആയിട്ട് ആവശ്യമുണ്ട്, അത് വലിച്ച് കയറാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അത് വെക്കാനുള്ള സ്ലോട്ടാണ്. ഒരു ആക്സറി ആയിരുന്നു. അതിപ്പോ I think they have kept a slot for that. സീറ്റ്സ് നമ്മുടെ എക്സിസ്റ്റിംഗ് താറിന്റെ സെയിം. ഈ സെന്റർ കൺസോൾ ഉണ്ടായിരുന്നില്ല. ഇല്ല. സ്കോർപിയോയിലുള്ള ഒരു സാധനം വന്ന പോലെ അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. അഗൈൻ സാധാരണ Tharൽ നടുക്ക് കൂടെ ആ ഒരു ആക്സസും ആവശ്യമാണല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രാക്ടിക്കാലിറ്റി എലമെന്റ് ഇസ് ഓൾസോ ടേക്കൺ കെയർ ഓഫ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, സോ ഇതാണ് ബാക്ക് സീറ്റ്. സോ ബാക്ക് സീറ്റിലും അവര്, എനിക്ക് തോന്നുന്നു ഇതൊരു ടെസ്റ്റ് വണ്ടി ആയതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ശരിക്കുള്ള ഇപ്പോഴത്തെ Tharന്റെ ബാക്ക് സീറ്റ് തന്നെയല്ലേ? അതുപോലെ ഉണ്ട്. 2 സീറ്റും അടുത്താണ് ഇരിക്കുന്നത്. അതെ. സോ സൈഡിൽ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അതിനകത്ത് ഇപ്പൊ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് യുനോ, ഇപ്പൊ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു
ഗ്യാപ്പ് എന്തോ ഗ്യാപ്പ് ഉണ്ട്. അതെന്താണെന്ന് ഈ വീതി പറഞ്ഞ സീറ്റ് ശരിക്കുള്ള താറിലെന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും വീലാർച്ചാണ്. നമുക്ക് ആംബ്രസ്റ്റിന് പകരം അവിടെ വീലിന്റെ ആർച്ചിലാണ് നമ്മൾ കൈവയ്ക്കുക. അതെ, ഇതിൽ പിന്നെ അതില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ സീറ്റ് വരുമായിരിക്കും. ഇതിപ്പോ പ്രീ പ്രൊഡക്ഷൻ വേർഷൻ ആയതുകൊണ്ട് അതെന്തെങ്കിലും സീറ്റ് വെച്ചതാണത്. എനിവേ വലിയ സീറ്റ് ആയിരിക്കും. അതെ, ആയിരിക്കും. കാര്യം ഞാനും കണ്ടിട്ട് ആലോചിച്ചു, ലൈക്ക് റിയർ ആംബ്രസ്റ്റ് ഒന്നും കാണുന്നില്ല. ആംബ്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഫാമിലി കാർ എന്നുള്ള പോലത്തെ അതിനൊരു അങ്ങനത്തെ ഒരു സീൻ ഇത് കൊടുത്തോളൂ. അതെ. സോ ഈ ഫോട്ടോയിൽ കണ്ടോ, മാക്സിമം ആൻഡ് മിനിമം റിയർ ലെഗ് റൂം എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, മിനിമം ലെഗ് റൂം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഡീസന്റ് ആണ്. പക്ഷേ സീറ്റ് പ്ലേസ്മെന്റ് നമുക്ക് ഉറപ്പിക്കാനും പറ്റൂല. ഇത് ചിലപ്പോൾ ഇത്രയും കൂടി ഇറക്കാം, ആവാം. ഇതൊരു ഫൈനൽ പൊസിഷൻ അല്ല. അപ്പൊ ആ ഒരു സീറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇറങ്ങുമായിരിക്കും. കാര്യം ബൂട്ടിന്റെ കാര്യം, വിൽ കം ടു ദ ബൂട്ട് ലേറ്റർ. ഓക്കെ, ഇതെന്താ ഇവിടെ പാഡിംഗ് വെച്ചിട്ട് മറ്റേ ബാക്കിലത്തെ ഗ്ലാസിന്റെ ഗ്ലാസ്, ക്വാർട്ടർ ഗ്ലാസിന്റെ ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് കാണാണ്ടിരിക്കാൻ വേണ്ടി അവർ അഗൈൻ പാഡിംഗ് വെച്ചിട്ടുണ്ട്, നിറച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കിൽ ഒറ്റ ഫുൾ ഗ്ലാസ് അല്ല, പല റെൻഡറിംഗിലും കാണിച്ച പോലെ ക്വാർട്ടർ ഗ്ലാസോ എന്തോ ഒരു സാധനം, ഒരു പീസ് ഉണ്ട് അവിടെ. സോ ദാറ്റ്സ് ദാറ്റ്. പിന്നെ ബൂട്ട് കറക്റ്റ് കന്നാസി വെച്ചിട്ട് കറക്റ്റ് സൈസ്. ഇത് നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇന്റർനാഷണൽ റിവ്യൂലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ല, ഒരു വലിയ മറ്റേ സൂട്ട് കേസ് വെച്ചിട്ട് ആ സൈസ് വെച്ച് കാണിച്ചു തരും. അപ്പൊ അതിന് പകരം നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരു കന്നാസ്. അതെ. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നീ പറഞ്ഞ ശരിയാണ്. കാര്യം സീറ്റ് ഉണ്ട്, ഇത് മാറിയിട്ടല്ലേ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട് സീറ്റും ഇത് തമ്മിൽ. പിന്നെ ഈ ഫോൾഡിങ്, ഇത് താറിന്റെ മറ്റേ സ്റ്റിക്കറും സാധനമൊക്കെ താറിന്റെ ബാക്കി വരുന്ന ഇത് തന്നെയാണ്. സോ ഇറ്റ്സ് ബേസിക്കലി രണ്ട് ടെസ്റ്റ് സീറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് വരില്ല. ഓക്കെ, അപ്പൊ റിയർ സീറ്റ് എന്തായാലും ഷുഡ് ബി ബെറ്റർ. ആൻഡ് വീൽ ആർച്ചും ഇത്ര താന്നായിരിക്കണത് ബാക്കിലോട്ടാണ്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ. ഇതൊരു ഫുൾ സൈസ് വലിയ കന്നാസാണ്, ഒരു 20 ലിറ്ററിന് മേലെയുള്ള കന്നാസാണ്. വലിയ ബൂട്ടാണ്. അത്രയും വലിയൊരു കന്നാസ് വെച്ചിട്ട് പിന്നെയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ ദ സീറ്റ് ആൻഡ് ഇത്. ഈ ഫോട്ടോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ബട്ട് ഇറ്റ് വാസ് എ പ്രിറ്റി ഡീസന്റ്. അപ്പൊ ഇതാണ് ശരിക്കും ടൂർ പോകാൻ വേണ്ടി മേടിക്കേണ്ട താർ. അതെ, മറ്റേ താറിൽ നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ആക്ച്വലി ടൂറിങ്ങിനുള്ള താറ്. ശരി, അങ്ങനെ. അപ്പൊ ആ ബൂട്ടിന്റെ കാര്യങ്ങളും അതായി. സോ നമുക്ക് ബാക്കിയും കുറച്ച് എക്സ്റ്റേണൽ ഫോട്ടോ. ഇല്ല, ഹെഡ്ലൈനർ. അതെ, ഹെഡ്ലൈനർ ഭയങ്കര വ്യത്യാസമാണല്ലോ. ഹെഡ്ലൈനർ ഭയങ്കര വ്യത്യാസമുണ്ട്. മറ്റേ താറിൽ ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്ത് പോണ പോലത്തെ കുറെ പാനൽസ് ഉണ്ടായിരുന്നു. ഒറ്റ പീസ്. ഞാനിത് പല റിവ്യൂസിലും ആൾക്കാർ പറഞ്ഞു, ഇനി താറിന് ഇപ്പോഴത്തെ വണ്ടിക്ക് ഇങ്ങനെയാണ്, ഇനി റിമൂവബിൾ വരും, ഈ നടുക്കത്തെ പാനൽ തുറക്കാൻ പറ്റും. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. വണ്ടി കണ്ടപ്പോൾ എന്താണ് റൂഫ് നോക്കിയപ്പോ ഒന്നുമില്ല. അപ്പൊ അതായത് ബേസിക്കലി ഇവിടെ പണ്ട് ഒരു റോൾ ഓവർ ബാർ പോലെ ഉണ്ടായിരുന്നു മറ്റേ താറിൽ, അത് കളഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡിലെ റോൾ ഓവർ ബാർസ് എല്ലാം പോയി. ആക്ച്വലി നല്ല സ്പേസ് വ്യത്യാസമുണ്ട്. മുകളിലുള്ള സ്പീക്കേഴ്സിന്റെ സാധനം പോയി. മെറ്റൽ റൂഫ് ആണല്ലേ, മെറ്റൽ റൂഫ്. ഓ ശരി, വിത്ത് പ്രോപ്പർ ഹെഡ്ലൈനർ എല്ലാ സാധനവും. ഓക്കെ, സോ ഇറ്റ് വിൽ ഫീൽ ലൈക്ക് എ പ്രോപ്പർ കാർ. അല്ലാണ്ട് മറ്റേ റാംഗ്ലർ പോലെ റാറ്റ്ലിങ്ങും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. റിമൂവബിൾ പാനലല്ല. മഴ പെയ്യുമ്പോൾ മറ്റേ ഇയർബഡ് ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാബിൻ ലൈറ്റ്സ് ഉണ്ട് മര്യാദക്കുള്ളത്. 2 ക്യാബിൻ ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ കൺസോൾ ഉണ്ട് അല്ലേ? അതെ, സൺഗ്ലാസും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു കൺസോൾ ഉണ്ട് ഫ്രണ്ടിൽ. പ്രോപ്പർ ഗ്രാബ് ഹാൻഡിൽസ് എവരിവെയർ. സോ ഇറ്റ്സ് ആക്ച്വലി ഫെയർലി ഡീസന്റ്. അപ്പൊ ഇതൊരു ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റേത് 3 ഡോർ ഈ പഴയ ഥാറിന്റെ ആ ഒരു ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യാനും, ഇത് കുറച്ചും കൂടെ ഒരു ലക്ഷറി റിഫൈൻമെന്റ്, ഒരു ഫാമിലി ഓറിയന്റഡ് വണ്ടിയായിട്ട്. മഹീന്ദ്ര ആയതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ കൺവേർട്ടിബിൾ ഇറക്കും, പറയാൻ പറ്റൂല. ചിലപ്പോൾ മറ്റേ ഇതുണ്ടാവാം. അല്ല, പഴയത് തന്നെ ആക്ച്വലി കൺവേർട്ടബിൾസ് ആർ ഏജിങ് വെരി വെൽ അല്ലേ? അത് ശരിയാ, കൺവേർട്ടബിൾ എന്താ ക്ഷീണമാണ്. 3 ഡോർ താർ നമ്മൾ ആക്ച്വലി ഗോവ പോയപ്പോൾ എത്ര എണ്ണം കുറെ ഉണ്ട് അവിടെ. റെന്റ് കാർ മുഴുവൻ മറ്റേ റെന്റ് താറാണ്. ബട്ട് എല്ലാം കൺവേർട്ടബിൾ ആണ്. അത് കുറച്ച് അല്ലേ നല്ലോണം പെട്ടെന്ന് ആ വെതറും കൂടി ആയിട്ടും എല്ലാം കൂടി ആയിട്ട് ചെയ്യുന്നുണ്ട്. കെയർ ചെയ്യാത്ത വണ്ടികളുടെ നല്ലോണം ബോണ്ട് കൺവേർട്ടബിൾ ഒക്കെ ആ ഗ്ലാസിന്റെ ഏരിയ അതെല്ലാം. സോ മേ ബി ഇതിനെന്തായാലും കൺവേർട്ടബിൾ വരുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ആൻഡ് അതേപോലെ താറിന് വേറൊരു വ്യത്യാസം എല്ലാരും പറഞ്ഞിരുന്നത്, ദാറ്റ് പുതിയ വണ്ടിക്ക് വരാൻ പോണു ഇസ് ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ്. ഓക്കെ, ഇതിനുണ്ടായിരുന്നോ? ഇല്ല, ഡ്രം ആണല്ലേ ബാക്കിൽ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. പ്രൊഡക്ഷൻ വേർഷൻ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ വരായിരിക്കാം, ചിലപ്പോൾ വരില്ലായിരിക്കാം, പറയാൻ പറ്റില്ല. സിയറ്റ് ക്രോസ് ഡ്രൈവ് 80 ടയേഴ്സ് ആണ്. എനിക്കൊന്നും ഇപ്പോഴും മറ്റേ സിയറ്റും അതും ഇതും മാറി വരാറുണ്ട്. അപ്പോൾ വെൽ ദാറ്റ്സ് ദാറ്റ്. ഓക്കെ, ബട്ട് ഓവറോൾ കണ്ടോ, ബാക്കി മിറേഴ്സും സാധനമൊക്കെ സെയിം ആണ് ഔട്ട് സൈഡ് ഇതെല്ലാം ആയിട്ട്. ബട്ട് എവിടെയോ വണ്ടിക്ക് ഒരു നല്ലൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. ഇത് ഫോട്ടോ കാണുമ്പോൾ ഇറ്റ് ലുക്സ് ലിറ്റിൽ ലോങ്ങർ ദാൻ വാട്ട് ഇറ്റ് ഈസ്. നേരിട്ട് കാണുമ്പോൾ നല്ലതാ, കുഴപ്പമില്ല. ആൻഡ് ആ നല്ലൊരു ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടുള്ള പ്രസൻസ് അത്യാവശ്യം നല്ലതാണ്. ഇറ്റ് ഫീൽസ് നാച്ചുറൽ. വെറുതെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ അല്ല, ഒറിജിനലി ഇങ്ങനെ ആവാമായിരുന്നു എന്ന് തോന്നുന്നൊരു തോട്ടമുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെ സൈസ് മാറ്റി കഴിയുമ്പോഴേക്കും വണ്ടി നമ്മൾ പറയും either this one is good or that one is good. 3 ഡോറും 5 ഡോറും rarely do both the versions look nice. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എയിം ചെയ്ത വണ്ടിയും അങ്ങനെയായിരുന്നല്ലോ. ബട്ട് യാ, അപ്പൊ ഇതാണ് സംഭവം.
ബാക്കി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ബോണറ്റിൽ എക്സ്പോസ്റ്റ് ക്യാച്ചുകളും സാധനങ്ങളും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ഫെൻഡറിൽ ഒരു ഇൻഡിക്കേറ്റർ പോലെ എന്തോ വന്നിട്ടുണ്ട്. വണ്ടിയുടെ സെക്യൂരിറ്റി ആണോ? അല്ല, ഇത് ഹോട്ടലിന്റെ സെക്യൂരിറ്റി ആയിരുന്നു. പുള്ളി ആലോചിക്കണ്ടേ ഇതെന്താ എല്ലാരും വന്ന് നോക്കണ്ടല്ലോ പോകണ്ടല്ലോ വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ള മട്ടില്ല. അപ്പൊ ബാക്കി ഫ്രണ്ടിന്റെ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഞാൻ അവരാ ഗ്രില്ല് ഫിക്സ് ചെയ്യുന്നു വിചാരിച്ചു, ബട്ട് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഇറ്റ്സ് ജസ്റ്റ് ആഫ്റ്റർ മാർക്കറ്റുകാർക്ക് വേണ്ടിയിട്ട് അവർ ഇട്ട് കൊടുത്തേക്കാണ്. അതെ. ആൻഡ് റിയറും അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പലരും പറഞ്ഞിരുന്നത് 7 സീറ്റർ ആയിരിക്കും വരുന്നതെന്നൊക്കെ. ഇറ്റ്സ് നോട്ട് 7 സീറ്റർ, ഇറ്റ്സ് 5 സീറ്റർ. ഇനിയിപ്പോൾ അൺലെസ് ആൻഡ് എനിക്ക് തോന്നണില്ല ബൂട്ടിൽ ഒരു ഫോർവേഡ് ഫേസിംഗ് റോയ്ക്കുള്ള ഒരു വകുപ്പില്ല. അത് ഐ ഡോണ്ട് തിങ്ക് സോ. ഗ്ലോബൽ എൻക്യാപ്പ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഐ തിങ്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി എ 5 സീറ്റർ. 7-8 സീറ്റർ വേണമെങ്കിൽ അവർ സ്കോർപിയോ മേടിച്ചോന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഓവറോൾ ബാക്കി ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഡോർ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഫ്രണ്ട് ഡോറും റിയർ ഡോറും തമ്മിൽ സൈസിൽ നല്ല സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ കണ്ടാം. ഫ്രണ്ട് കാര്യം അതൊരു 2 ഡോറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഫ്രണ്ട് ഡോർ ആണ്. ആൻഡ് റിയർ പറ്റാവുന്ന പോലെ അവർ കയറ്റിയിരിക്കുന്ന ഒരു സാധനവും കൂടിയാണ്. സോ ദാറ്റ്സ് ദാറ്റ്. മൊത്തത്തിൽ കൊള്ളാം. ഞാൻ പിന്നെ കുറെ ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും മേ ബി ടെസ്റ്റ് കാർ ആയതുകൊണ്ടായിരിക്കും ഓട്ടോ ഡിമ്മിംഗ് മിററും അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടില്ല അതിനകത്ത്. ദീസ് വർ ഓൾ ബേസിക്കലി ദ സ്റ്റാൻഡേർഡ് താർ. പിന്നെ ഹൈവേയിൽ കൂടെ നല്ല പൊളി പിടിച്ചു കൊണ്ടായിരുന്നു. ഇതല്ല വേറെ വണ്ടി. ഇറ്റ് വാസ് ഗോയിങ്. അതെ, ഇറ്റ്സ് സ്റ്റിൽ ഫാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ റിയർ സസ്പെൻഷൻ പാർട്ട് നമ്പർ പാർട്ട് നമ്പർ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, ചിലപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കും മാർക്കറ്റിൽ. അതെ. സ്കോർപിയോടെ അത്രയും സിവിലൈസ്ഡ് അല്ല ബാക്ക് സസ്പെൻഷനൊക്കെ. ഇതെന്താ ഫ്യൂൽ ടാങ്കും പമ്പും വയറും ഈ വയറൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടിരുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. സോ പണ്ട് സ്കോർപിയോ 2.2 VLX ഇറങ്ങുന്ന സമയം സംസാരിക്കുന്ന വണ്ടി അതെനിക്ക് പറഞ്ഞാൽ അന്ന് ടെസ്റ്റ് കഴിഞ്ഞ് 2008 സമയത്ത് കിട്ടിയിട്ടുണ്ട്. അന്ന് ടിപ്പ് ചെറിയ പട്ടിക്കുട്ടിയാണ് മേടിച്ചിട്ടുള്ളൂ. മറ്റേ എല്ലാ ഷൂവും എല്ലാം കടിച്ചു പറിക്കണം. ആ ഒരു ഏജ്. അപ്പൊ ആ സമയത്ത് കിട്ടണൊക്കെ കടിക്കുന്ന സമയത്ത് ഈ വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഒരു അനക്കവും ഡെഡ്. ഞാൻ വിചാരിച്ചു ഇന്നലെ ഒരു ഓടിയ വണ്ടിയാണല്ലോ, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ വണ്ടി ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ താഴെ നോക്കുമ്പോൾ കുറെ വയറൊക്കെ കിടക്കണം. എലിയല്ല, ഇവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ ടിപ്പ് അതിന്റെ ഇടയിലുള്ള എല്ലാ വയറും എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ വയറും കടിച്ച് വലിച്ച് പുറത്ത്. വണ്ടിയുടെ അടിയിൽ ഷാസിയുടെ അടിയിൽ കൂടെയാണ് അവർ വയർ ചെയ്തേക്കുന്നത്. ബി കാണിച്ചേക്കണ പോലെ എക്സ്പോസ്ഡ് വയർ. ഇപ്പൊ ഇവിടെ കടിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന പോലെ പട്ടിക്ക് കടിക്കാൻ പാകത്തിന് പടിൽ ലാംപ്സിന്റെ സൈഡിൽ കൂടെയാണ് ഇമ്മോബിലൈസറിന്റെ വയറിംഗ് കൊണ്ട് കൊടുത്തേക്കുന്നത്. ഞാൻ മഹീന്ദ്രയിലേക്ക് അവസാനം പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് പട്ടീനെ പിടിച്ചിരുത്തി ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത്. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞു പട്ടി വിചാരിച്ചാൽ നിങ്ങളുടെ ആന പോലത്തെ സ്കോർപിയോ എനങ്ങാണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് 2-3 years കഴിഞ്ഞിട്ട് അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതേ എഞ്ചിനീയർ അന്നത്തെ ഒരു ടീം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. അന്ന് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഇവർക്ക് ഇത്രയും നന്നായിട്ട് നോക്കിയിരുന്ന ഒരു സമയം. അവർ പറഞ്ഞ് ആ ഒരു ഇൻസിഡന്റ് കാരണം ഞങ്ങൾ ആ വയറിംഗ് പിന്നത്തെ ഇതിൽ ഐട്രേഷൻ വന്നപ്പോൾ സ്കോർപിയോക്ക് എല്ലാ കൊല്ലവും അപ്ഡേഷൻസ് ഉണ്ടാവും. ഏതോർണത്തിൽ അവർ ഉള്ളിൽ കൂടെ റൂട്ട് ചെയ്യാൻ തുടങ്ങി. സോ വണ്ടിയുടെ ഉള്ളിൽ കാർപ്പറ്റിന്റെ അടിയിലാക്കി. പണ്ട് വണ്ടിയുടെ അടിയിൽ കൂടെ ആയിരുന്നു ഈ പറഞ്ഞ സാധനം പോയിരുന്നത്. അപ്പൊ അത് അവർ മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അത്രയും ചെറിയ സാധനം ഇതിലിപ്പോഴും പോയിട്ടുണ്ടോ ജോലി? അയാൾ പോയില്ല. ഇത് പക്ഷെ ടെസ്റ്റ് വണ്ടി ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇതിപ്പോ റൂട്ടിംഗ് ഒക്കെ ഇനി മാറ്റാൻ പറ്റുമെന്ന് തോന്നണല്ലേ? ഇപ്പൊ സാധാരണ താറിന് ഇങ്ങനെയാണോ നമുക്കറിയില്ല, നമ്മൾ നോക്കിയിട്ടില്ല. ബട്ട് ഇതിപ്പോ ഒരു ഓഫ് റോഡിംഗ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഇതാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ പ്രൊട്ടക്ഷൻ പ്ലേറ്റ് വരുമായിരിക്കും. 3 ഡോറിനെ കൊടുത്തിട്ടില്ല, പിന്നെ 5 ഡോർ ഉണ്ടാവില്ലായിരിക്കും. ബട്ട് അതർവൈസ് വേറൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലിയറൻസും കാര്യങ്ങളും ഉണ്ട്. സീംസ് ഫൈൻ. സോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഞ്ചിൻ വിൽ ബി 2 liter പെട്രോൾ ആൻഡ് 2.2 ഡീസൽ രണ്ടും ഉണ്ടാവാം. സോ 150 bhp പെട്രോൾ ആയിരിക്കാം, ചിലപ്പോൾ പവർ കൂടുതൽ ഉണ്ടാവാം. മിക്കവാറും പവർ കൂടുതലുണ്ടാവും. 200 bhp ഒക്കെ ആവാം. മറ്റേതിലുള്ള പോലെ 200 ഇല്ലെങ്കിൽ മേ ബി 180 സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ഒക്കെ കൊടുക്കാം. നല്ല വെയിറ്റ് വ്യത്യാസം ഉണ്ടോ? മെറ്റൽ റൂഫാണ്, അതിൽ തന്നെ നല്ല വ്യത്യാസം വരും. പിന്നെ 2 ഡോറ് എക്സ്ട്രാ സാധനങ്ങളെല്ലാം കൂടെ എന്തായാലും ഒരു 19 കൂടുമായിരിക്കും അല്ലേ? അപ്പോൾ അത് കൊടുക്കുന്ന കൂട്ടത്തിൽ അതിന് തന്നെ പെർഫോമൻസ് വേരിയന്റ് എന്ന് പറഞ്ഞ 3 ഡോർ താറിലും കൊടുക്കുക. അതേ സ്റ്റേറ്റ് ഓഫ് ട്യൂൺ പിന്നീട് വേണമെങ്കിൽ സ്പോർട്ട് അടിപൊളിയായിരിക്കും. മഹീന്ദ്ര ആയതുകൊണ്ട് ചിലപ്പോൾ ചെയ്യും. ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ മേ ബി ചെയ്യുമായിരിക്കും. സോ താറിന്റെ 2 wheel ഡ്രൈവ് വരുന്നുണ്ട്. ആണോ? അത് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യും. സോ 2 wheel ഡ്രൈവ് താറ് കുറച്ചും കൂടി ഒരു യൂട്ടിലിറ്റേറിയൻ എന്നുള്ള പോലെ കുറച്ചും കൂടി അർബൻ യൂസിന് വേണ്ടിയിട്ട് ഉള്ളൊരു വേർഷൻ ആയിട്ട് ഉണ്ടാവാം. Which is taking away from what a Thar is. Thar 4 wheel drive. പിന്നെ JD പറയണ പോലെ മറ്റേ
ഫോർ എൻഗേജ് ആയിട്ട് ഇത്രയും കൊല്ലോ എന്ന് പറയുന്ന പോലത്തെ മറ്റേ സംഭവം ഉണ്ടല്ലോ. അല്ല ആണ്, ബട്ട് ദാറ്റ് ഗിവ്സ് us more options while buying used. അതാണ് ഇപ്പൊ ഏത് കാർ നോക്കിയാലും 4 വീലാന്ന് നമുക്ക് അറിയാമല്ലോ. ഇപ്പൊ ജിപ്സി, ഏത് ജിപ്സി ആണെങ്കിലും 4 വീലാണ്. ചില വണ്ടി ഓക്കെ, ഇപ്പൊ താർ DI പോലത്തെ വണ്ടി പഴയ വണ്ടിയില് 2 വീൽ ഡ്രൈവ് ഉണ്ടായപ്പോ കുഴപ്പമില്ല, കാര്യം ഒരെണ്ണം പണിയെടുക്കണ താറ്, മറ്റേ പണിയെടുക്കുന്നത് കാണിക്കുന്ന താറ്. അപ്പൊ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു പണ്ട്, ക്ലിയർ ആയിരുന്നു. ഇനിയിപ്പോ അത് പറയാൻ പറ്റില്ല, 2 വീൽ ഡ്രൈവ് താറായിരിക്കാം. അപ്പൊ നമ്മൾ നോക്കണം. അതെ, ഇത് 4 വീൽ ഡ്രൈവ് ആയിരുന്നു. ഇത് 4 വീൽ ഡ്രൈവ് ആയിരുന്നു, ലിവറും കാര്യങ്ങളെല്ലാം ഉണ്ട്, മാനുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു. ബട്ട് ആക്ച്വലി ജീപ്പും പുറത്ത് 2 വീൽ ഡ്രൈവ് വേർഷൻസ് ഏതൊക്കെ പഴയ റാംഗ്ലറിന്റെ നോക്കിയിട്ട് എല്ലാരും കളിയാക്കി ഓടിച്ചു അവസാനം അതിനെ. ആണല്ലേ? ഇന്ത്യയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യും, നമുക്ക് എക്സ്ട്രാ ഫ്യൂൽ എഫിഷ്യൻസി, വെയിറ്റ് കുറവ്, ഡെഫിനറ്റ്ലി, ആൻഡ് പ്രൈസ് കുറവ്. ആൾക്കാർക്ക് ചിലപ്പോൾ അത് മതിയാവും. കുറെ പേർക്ക് ഇപ്പൊ സിറ്റിയിൽ ഓടിച്ചടക്കണ എത്ര താറുണ്ട്, അവർക്ക് ആർക്കും 4 വീൽ ഡ്രൈവ് ചിലപ്പോൾ വേണ്ടി വരും. ആവശ്യമൊന്നുമില്ല, ആക്ച്വലി ഒരു ആവശ്യമില്ല. ബട്ട് പറയുമ്പോ നമ്മള് നമ്മുടെ മനസ്സിൽ മറ്റേ അതെ അങ്ങനത്തെ അതിന്റെ ഒരു കുറച്ചൊരു ഹാർഡ് കോർ നേച്ചർ പോയി എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ബട്ട് ഐ എം ഷുവർ ഇറ്റ് വിൽ ഡു വണ്ടേഴ്സ് ഫോർ സെയിൽസ്. അത്യാവശ്യം നല്ല വില വ്യത്യാസം ഉണ്ടാവും, മൈലേജ് വ്യത്യാസം ഉണ്ടാവും, മെയിൻ്റെനൻസ് കുറവായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ സോ അത് കഴിയുമ്പോൾ ഇത് വരും. സോ ദിസ് വിൽ ബി ലോഞ്ച്ഡ് അറൗണ്ട് ഒരു ഓട്ടോ എക്സ്പോയില് കാണിക്കും. ഓട്ടോ എക്സ്പോയില് മഹീന്ദ്ര ഇല്ലല്ലോ, പിന്നെ അവർക്ക് അത് കാണിക്കാനില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ലോഞ്ച്. അതെ, എസ്പെഷ്യലി ഓട്ടോ എക്സ്പോയില് ജിംനി 5 ഡോർ കാണിക്കണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കൊണ്ട് ഇത് കാണിക്കൂല. ഓക്കെ, എനിക്ക് ഒരു കാര്യത്തിൽ മഹീന്ദ്രയോട് നന്ദി പറയാനുള്ളത്, നമുക്ക് ചോയ്സ് ഉണ്ട്. 3 ഡോറും ഉണ്ട്, 5 ഡോറും ഉണ്ട്. വിച്ച് എവർ താർ യു വാണ്ട് യു ക്യാൻ ബൈ എന്നുള്ള പോലത്തെ ഒരു ഫീൽ. 3 ഡോർ, 5 ഡോർ, കൺവേർട്ടബിൾ, ഓട്ടോമാറ്റിക്, പെട്രോൾ, ഡീസൽ. അത് ദാറ്റ്സ് റിയലി സംതിങ്. അങ്ങനെ ഒരു മാനുഫാക്ചറോ അങ്ങനെ ഇത്രയും വേർഷൻസ് ഒന്നും കൊടുത്ത് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി, ഇറ്റ്സ് ഗ്രേറ്റ്. ജിംനി നമുക്ക് ഓൺലി 5 ഡോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതെ, ആൻഡ് ജിംനിയിൽ നമുക്ക് പറയാം K15B ആണ് എഞ്ചിൻ വരുന്നതെന്നും ഓട്ടോമാറ്റിക് 4 സ്പീഡ് ഓട്ടോമാറ്റിക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, സോ അതവിടെ സൈഡിൽ കട്ടെ. വാട്ട് എൽസ് ഡു വി നോ? ഹാർഡ് ടോപ്പ് ആണ്, പ്രോപ്പർ ഹാർഡ് ടോപ്പ് ആണ്. മറ്റേ ഓപ്പണബിൾ സൺറൂഫ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, താർ 5 ഡോർ എന്ന് വിളിക്കോ അർമഡ എന്ന് വിളിക്കോ? അതാണ് വേറൊരു ചോദ്യം. ബട്ട് ഇതെനിക്ക് തോന്നുന്നത് ആൾക്കാര് നൊസ്റ്റാൾജിയ ഇവോക്ക് ചെയ്തിട്ട് അവര് തന്നെ പറയുന്ന സാധനമാണ്. ബിക്കോസ് അർമഡ എന്നുള്ള പേരിൽ വിളിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഹാവ് സംതിങ് ഡിഫറെന്റ്. ഇപ്പൊ താറിന്റെ പോലത്തെ റൗണ്ട് ലൈറ്റും താറിന്റെ ഫ്രണ്ട് എൻഡും കൊടുത്താൽ ഹിറ്റ് പ്രോഡക്റ്റിനെ അവർ വെറുതെ അർമഡ എന്ന് വിളിച്ചിട്ട് അവസാനം ആരാണ് അർമഡ ജനറേഷന് കാര്യമില്ല. അതാണ് എനിക്ക് തോന്നണില്ല. അർമഡ ഇപ്പൊ നമ്മളെ പോലത്തെ കുറച്ച് പേർക്ക് നമുക്ക് നൊസ്റ്റാൾജിയ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് എനിവൺ എൽസ് ഹാസ് ഇറ്റ്. ബട്ട് ഇറ്റ് വുഡ് ബി നൈസ് മേ ബി താർ അർമഡ എന്ന് വിളിക്കായിരിക്കും. കാര്യം ഇതിനെ താർ 5 ഡോർ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ് ഹാസ് ടു ഹാവ് സം സോർട്ട് ഓഫ് എ നെയിം. അപ്പൊ താർ അർമഡ എന്ന് മേ ബി വിളിക്കുമായിരിക്കും. എന്നാലും രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് അപ്പീൽ ചെയ്യാൻ പോകുന്നത് ഒരു കുറെ കൂടി വൈഡർ ഓഡിയൻസിനെ. ഇപ്പൊ താർ 3 ഡോർ മേടിച്ചിട്ട് പ്രാക്ടിക്കാലിറ്റി ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് മേടിക്കാത്ത കുറെ പേരുണ്ടാവും. ഇഷ്ടംപോലെ പേരുണ്ട്, ഇഷ്ടംപോലെ പേര്. കാരണം ഇപ്പൊ നമ്മളൊരു 3 ഡോർ വണ്ടി ഇപ്പൊ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്കറിയാം കുറെ വണ്ടികളിൽ നമുക്ക് 3 ഡോറിന്റെ ബുദ്ധിമുട്ടുകളും സാധനങ്ങളൊക്കെ നമുക്ക് ബാക്ക് സീറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വെച്ചൊരു വൺ പേർപ്പസ് കാർ പോലെയാണ് കുറെ. അല്ലെങ്കിൽ ഭയങ്കര കോംപ്രമൈസ്ഡ് ആണ് പല കാര്യങ്ങളിലും. എപ്പോഴും അതൊരു ചെറിയ രീതിയിലെങ്കിലും അതൊരു ഫാൻസി ടോയ് ആണ്. ഇപ്പൊ നമ്മൾ കുറെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ അവർക്ക് താറാണെങ്കിൽ അതിൽ 2 പേർക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒന്ന്. ബാക്കിലുള്ള സീറ്റിലേക്ക് കയറാൻ ആൾക്കും താല്പര്യമില്ല. പിന്നെ അവർ തന്നെ പോകണമെങ്കിൽ 4 പേരുണ്ടെങ്കിലും അതിന്റെ ലഗേജ് വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ശരിക്കും താറിന്. സോ ദാറ്റ് വിൽ ബി ടേക്കൺ കെയർ ഓഫ്. ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഫാമിലിയിൽ എക്സ്പ്ലെയിൻ ചെയ്യലും കുറെ കൂടി എളുപ്പമാണ്. വീട്ടിൽ മറ്റേ ഇതെന്തിനാ മേടിക്കുന്ന ടോയ് ആയിട്ടല്ല, ഇത് ഫാമിലി കാറാണെന്ന് പറയാൻ പറ്റും. അതെ, ആൻഡ് എനിക്ക് തോന്നുന്നത് ദിസ് വിൽ ഓപ്പൺ അപ്പ് ഓഫ് റോഡിങ് ഓർ അഡ്വഞ്ചർ ട്രാവൽ ടു എ ലോട്ട് മോർ പീപ്പിൾ. കാര്യം അല്ലെങ്കിൽ വിവേക് പറഞ്ഞ പോലെ ഒരു ഫാമിലിനെ കൺവിൻസ് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ എനിക്ക് മറ്റേ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത് ചൈൽഡ് സീറ്റ് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൊച്ചിനെ ബാക്കിൽ ഇരുത്തിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ പഴയ കൊച്ചിനെ ബാക്കിൽ ഇരുത്തിക്കാൻ പറ്റുള്ളൂ. അല്ല, കൊച്ചിനെ ബാക്കിൽ ഇരുത്തിക്കാൻ പറ്റുള്ളൂ, തീരെ കൊച്ചാവുമ്പോൾ പറ്റൂല. അപ്പൊ അതുകൊണ്ട് യു ഹാവ് എ വെരി നാരോ വിൻഡോ വേർ യു കൻ ആക്ച്വലി പുട്ട് സംവൺ ഇൻ ദി ബാക്ക് സീറ്റ്. അപ്പൊ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മേടിക്കാത്ത കുറെ പേരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വീട്ടുകാര് പ്രായമായ അമ്മൂമ്മേനൊക്കെ പിടിച്ച് ബാക്കിൽ കഷ്ടപ്പാട്. താറിൽ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോ ഉണ്ടല്ലോ, ഓൺ വൺ സൈഡ് ഹാറ്റ്സ് ഓഫ് ടു ഇവരുടെ ഒരു എന്തൂസിയാസം. വണ്ടിയിലും കയറാൻ അല്ല, അമ്മൂമ്മയുടെ മാത്രമല്ല, ഇത് ഓടിച്ചടക്കണവന്റെ അവസ്ഥയും കൂടെ. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഇതിനകത്ത് ഇത് മേടിക്കാനായിട്ടും ഇതിനകത്തോട്ട് കയറാനായിട്ടും ഇരിക്കാനായിട്ടും എല്ലാം. സോ അത്രയും ഹാർഡ് കോർ ഫോളോയിങ് ഉള്ള ഒരു കാർ ഇത്രയും കോംപ്രമൈസ് വെച്ചിട്ട് പോലും ആൾക്കാർ നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ യു ടേക്ക് അവേ ദാറ്റ് കോംപ്രമൈസ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഓപ്പൺസ് അപ്പ് എ ഹോൾ ന്യൂ മാർക്കറ്റ്. ഇതിപ്പോ നമുക്ക് മേടിക്കാം അല്ലേ, വേണമെന്ന് വെച്ചാൽ ഒരു ഫാമിലി SUV മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പ്രോപ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂഫും ഇൻസുലേഷൻ കുറവും കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ മെറ്റൽ റൂഫും കൂടിയാണ് പിന്നെ പേടിക്കാനില്ല, ഒന്നുമില്ല. ഇറ്റ് ഫീൽസ് ലൈക്ക് ഒരു ബെറ്റർ ലുക്കിംഗ് സ്കോർപിയോ അല്ലേ, കുറച്ചും കൂടി അപ്പീലുള്ള ഒരു സ്കോർപിയോ ഉണ്ട്. സ്കോർപിയോ എനിക്ക് ജെൻ 1 സ്കോർപിയോ എനിക്ക് ഭയങ്കര അപ്പീൽ ഉണ്ടായിരുന്നു.
ബട്ട് ജെൻ 2 വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തന്നെ ആലോചിക്കും എന്തിനാ സ്കോർപ്പിയോ എടുക്കണം, നമുക്ക് XUV എടുത്താൽ പോരെ. കാര്യം എനിവേസ് നമ്മൾ ആ ലോങ് വീൽ ബേസും വെച്ചുകൊണ്ട് അങ്ങനെ ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ഒന്നും പോകാൻ പോകുന്നില്ല. XUV വാട്ട് യു സേ, ഒരു ഡിഫറെന്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, കുറച്ചും കൂടെ ഒരു കാറിലേക്ക് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ആളെ കൊണ്ടുവരണം XUV എടുത്താൽ പോരെ. ഓഫ് റോഡ് പോകണമെങ്കിൽ താർ എടുക്കാം എന്ന് പറയുകയാണെങ്കിൽ പോലും അപ്പോഴും ഈ ലിമിറ്റേഷൻ വരും. ഡോർ വന്നു കഴിയുമ്പോഴേക്കും പ്രശ്നം മാറി. സോ ഇപ്പൊ ഇങ്ങനെയുള്ള വണ്ടികളിൽ നമുക്ക് ഇതുണ്ട്, ഗുർക്കയുണ്ട്. ഗുർക്ക ആക്ച്വലി 3 ഡോറും 5 ഡോറും വരാൻ പോകുന്നുണ്ട്. അത് വെച്ച് 3 ഡോർ ഉണ്ട്, 5 ഡോർ വരുമായിരിക്കും. വരുന്നുണ്ട്, അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫോർസ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, 2050 ചിലപ്പോൾ ഇറക്കും. അതെ, ഇവോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 ഡോറും 5 ഡോറും. ഇവോക്ക് 3 ഡോർ 5 ഡോർ. ഡിഫെൻഡർ ഉണ്ട്, 3 ഡോർ 5 ഡോർ. ജിംനി വരുന്നുണ്ട്, ജിംനി വരും, പക്ഷെ 3 ഡോർ ഇല്ല. 3 ഡോർ ഇല്ല, ശരിയാ. പിന്നെ വേറെന്താ, പിന്നെ പോളോ ഉണ്ട്. തന്നെ ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഇത് ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതിന്റെ ഒരു എക്സ്ട്രാ രണ്ട് തരം ആൾക്കാർക്ക് കേറ്റർ ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. That's really nice, giving the audience the option to buy what they want. And അത് രണ്ടും അപ്പീലിംഗ് ആവണം. ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ മറ്റേതല്ല എന്നുള്ളതിന്റെ വിഷമം ഉണ്ടാവില്ല. ഇത് ഫോർ എ റീസൺ ഇതും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതെ, സി ഇപ്പൊ ഈ 5 ഡോർ വന്നോണ്ട് ഇഫ് someone thinks that ഇനി 3 ഡോർ വിൽക്കൂല എന്ന് പറഞ്ഞാൽ അത് റോങ് നോഷനാണ്. കാര്യം 3 ഡോർ മേടിക്കേണ്ടത് എന്തായാലും 3 ഡോർ മേടിക്കും. അതെ, ആൻഡ് ദാറ്റ് ഈസ് എ ഹ്യൂജ് അപ്പീൽ. കാര്യം കൺവേർട്ടബിൾ വേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ സിറ്റിക്കകത്ത് വെറുതെ ഓടിച്ചു നടക്കാനുള്ളവർ. എനിക്ക് ചെറിയ വണ്ടി മതി, എനിക്ക് പാർക്കിംഗ് സ്പേസ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ 3 ഡോർ മേടിക്കും. അപ്പൊ രണ്ടിനും ഇതുണ്ട്. ആൻഡ് അത് രണ്ടും കൂടെ ഓഫർ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് സം കോൺഫിഡൻസ് ഇൻ യുവർ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൊടുക്കൂല. ഒരെണ്ണം കൊടുത്ത് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും മേടിപ്പിക്കാന്നേ കമ്പനിക്കാർ വിചാരിക്കുള്ളൂ. മഹീന്ദ്ര എന്തായാലും ഇപ്പൊ താർ വിറ്റ് അവർ എക്സ്പേർട്സ് ആയി. ഇതിന്റെ അകത്ത് ദേ നോ വാട്ട് ദ മാർക്കറ്റ് വാണ്ട്സ് ആൻഡ് വെരി ക്വിക്ക്ലി. അല്ലേ, സാധാരണ നമ്മൾ കാണുന്ന ഒരു മാനുഫാക്ചർ ഇങ്ങനത്തെ ഒരു വേർഷൻ ഇറക്കുക എന്ന് പറയുമ്പോഴേക്കും പഴയത് നിന്ന് മതിയായി തീരാറാവുമ്പോഴായിരിക്കും ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ TUV 300 പ്ലസ്. അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയ വണ്ടി? അത് ഉണ്ടാക്കി പക്ഷെ കാണിക്കൂല, കൊടുക്കൂല, ബൊലേറോ നിയോ എന്നൊക്കെ പറഞ്ഞ് വേറെ പ്രോഡക്റ്റ് കൊണ്ടുവന്ന അതിന്റെ ഇടയിൽ കൂടെ അതിറക്കി. പിന്നെ മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, മറ്റേ കുഞ്ഞി സൈലോ ക്വാണ്ടോ. പിന്നെ അതിലും ഒരു സാധനം ന്യൂവോ സ്പോർട്ട്. ഇങ്ങനെയൊക്കെ ഓരോ വണ്ടികൾ ഉണ്ടാക്കി. ബട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് മനസ്സിലായി ഇതൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്, ഇതാണ് ഉണ്ടാക്കേണ്ടത്. ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് റൈറ്റ്. സോ ഹാറ്റ്സ് ഓഫ് ടു മഹീന്ദ്ര ഫോർ ദാറ്റ്. എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ഇറങ്ങട്ടെ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം കുറെ പേർക്ക് ഒരു ഫാമിലി കാർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇപ്പോഴും വേണമെങ്കിൽ താർ കൊള്ളിക്കാൻ പറ്റും. അതെ, അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ റാപ്പപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു വണ്ടി കാണാൻ പറ്റിയതും നിങ്ങൾക്കത് കൊണ്ടുവരാൻ പറ്റിയാലും നമുക്ക് സന്തോഷമുണ്ട്. സോ ഡു ലെറ്റ് us know in the comment section എന്ത് തോന്നുന്നു ഈ വണ്ടിയെ പറ്റിയിട്ടും. അതേപോലെ നിങ്ങൾ 3 ഡോർ ആയിരിക്കും 5 ഡോർ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നതെന്ന് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. Thank you so much for watching guys and have a great day. Bye bye.